ഇപ്പോൾ ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷ സാഹചര്യം വലിയൊരു ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ഇറാന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നതിന് അമേരിക്ക സുസജ്ജമാണ്. ഹോർമൂസ് കടലിടുക്കിലും ഇറാൻ തീരദേശങ്ങളിലും അമേരിക്കൻ നിരീക്ഷണം തുടങ്ങിയത് വർഷങ്ങൾക്ക് മുൻപാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ നിരീക്ഷണത്തിൽ അന്ന് സുരക്ഷ ഒരുക്കുന്നതിനായുള്ള ക്രമീകരണങ്ങൾ വളരെ ചുരുക്കം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഗതിയാകെ മാറി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ യുദ്ധങ്ങളിൽ പങ്കാളികളാകുന്ന കാലം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക പോലെ ഒരു വൻ ശക്തി തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഓരോ ചലനവും നിരീക്ഷിക്കാൻ വൻ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇറാൻ അമേരിക്കയുടെ ചാരക്കണ്ണിന്റെ വലയത്തിലായിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുകയാണ്. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. 1979 ശേഷമാണ് ഇറാൻ തീരങ്ങളിൽ അമേരിക്കൻ സാന്നിധ്യം ശക്തമാകുന്നത്. എന്നാൽ ആധുനിക രീതിയിലുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം അമേരിക്ക ശക്തമാക്കിയത് 1980കളിലെ ടാങ്കർ വാർ കാലഘട്ടത്തിലാണ്. കാരണം ഈ വർഷത്തിലാണ് കടലിൽ വെച്ച് ഇറാനും അമേരിക്കയും നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഏകദേശം 45 വർഷത്തോളമായി അമേരിക്കയുടെ കണ്ണ് ഈ തീരത്ത് വ്യാപകമാണ്. 2000-ന് ശേഷം ഇത് പൂർണ്ണമായും അത്യാധുനിക ഡ്രോണുകളിലേക്ക് മാറുകയായിരുന്നു. കണക്കുകൾ അനുസരിച്ച് ഇറാന്റെ തീരപ്രദേശത്ത് അമേരിക്ക ഡ്രോണുകളും വിമാനങ്ങളും ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തി തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തിലധികമായി. 2000-ന്റെ തുടക്കത്തിൽ, പ്രത്യേകിച്ച് 2001-ൽ RQ-4 ഗ്ലോബൽ ഹോക്ക് ഡ്രോണുകൾ സേവനത്തിൽ വന്നതോടെ പേർഷ്യൻ ഗൾഫിലെ നിരീക്ഷണം ശക്തിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇറാൻ തീരത്തെ പ്രത്യേകിച്ചുള്ള ഡ്രോൺ നിരീക്ഷണം 2010കളുടെ തുടക്കത്തോടെ കൂടുതൽ സജീവമായി. 2011-ൽ അമേരിക്കയുടെ RQ-117 സെന്റിനൽ ഡ്രോൺ ഇറാൻ പിടിച്ചെടുത്ത സംഭവം ഈ നിരീക്ഷണത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. 2019-ൽ ഇറാൻ അമേരിക്കയുടെ RQ-4 ഗ്ലോബൽ ഹോക്ക് ഡ്രോണിനെ വെടിവെച്ചു വീഴ്ത്തിയത് ഈ പരമ്പരയിലെ ഏറ്റവും വലിയ സംഘർഷമായിരുന്നു. ഇപ്പോൾ 2026-ൽ പേർഷ്യൻ ഗൾഫിലെ ട്രൈറ്റൺ ഡ്രോണുകളുടെ ദൈനംദിന നിരീക്ഷണം തുടരുകയാണ്. ഇറാൻ തങ്ങളുടെ ഷാഹദ് ഡ്രോണുകൾ ഉപയോഗിച്ച് അമേരിക്കൻ കപ്പലുകളെ പിന്തുടരുമ്പോൾ അമേരിക്ക ഗ്ലോബൽ ഹോക്ക് പോലുള്ള ഹൈടെക് ഡ്രോണുകൾ ഉപയോഗിച്ച് 60,000 അടി ഉയരത്തിൽ നിന്ന് നിരീക്ഷണം ശക്തമാക്കുകയാണ്. എന്തിനാണ് അമേരിക്ക ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തുന്നത്? അതിന് പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട്. അവ കൂടിയൊന്ന് നോക്കാം. പ്രധാനമായും എണ്ണക്കടത്തിന്റെ സുരക്ഷ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 5-1 കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഇത് തടസ്സപ്പെടാതെ ഇരിക്കുക എന്നത് യുഎസിന്റെ ആഗോള താൽപര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. 2. ഇറാൻ സേനയുടെ നീക്കം. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് നടത്തുന്ന നാവിക അഭ്യാസങ്ങളും സ്പീഡ് ബോട്ട് നീക്കങ്ങളും കൃത്യസമയത്ത് മനസ്സിലാക്കുന്നതിന്. 3. ആയുധക്കടത്ത് തടയുക. യമനിലെ ഹൂതികൾക്കും മറ്റു പ്രാദേശിക ഗ്രൂപ്പുകൾക്കും ഇറാൻ ആയുധങ്ങൾ നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി. 4. മുൻകൂർ പ്രതിരോധം. മേഖലയിലുള്ള US യുദ്ധക്കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെയുള്ള ഭീഷണി മുൻകൂട്ടി കാണുന്നതിന് വേണ്ടി. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിലവിൽ ടാസ്ക് ഫോഴ്സ് 59 എന്ന പേരിലുള്ള ഒരു പ്രത്യേക വിങ്ങാണ് ഇവിടെ പെട്രോളിംഗ് നയിക്കുന്നത്. മുൻപത്തെ പോലെ ഭീമൻ വിമാനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ വെള്ളത്തിന് മുകളിലൂടെയും താഴെയും സഞ്ചരിക്കുന്ന കടൽ ഡ്രോണുകളും നിരീക്ഷണത്തിനുണ്ട്. MQ-8 റീപ്പർ, MQ-4C ട്രൈറ്റൺ തുടങ്ങിയ ഡ്രോണുകൾ 24 മണിക്കൂറും ആകാശത്തുണ്ട്. MQ-4C ട്രൈറ്റൺ ഡ്രോണുകൾ ദിവസവും ഇറാൻ തീരത്തോട് ചേർന്ന് പറക്കുന്നു. P-8 പോസൈഡൻ വിമാനങ്ങളും രംഗത്തുണ്ട്. അതേസമയം ഇറാനും ഡ്രോണുകൾ ഉപയോഗിച്ച് അമേരിക്കൻ കപ്പലുകളെ നിരീക്ഷിക്കുന്നുണ്ട്. ഇറാൻ തീരത്തെ ഈ നിരീക്ഷണം അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക ചെലവാണ് ഉണ്ടാക്കുന്നത്. 1 മണിക്കൂർ നിരീക്ഷണത്തിന് ശരാശരി 5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ ഡ്രോണുകളുടെ തരമനുസരിച്ച് ചെലവാകുന്നു. മിഡിൽ ഈസ്റ്റിലെ US സെൻട്രൽ കമാൻഡിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾക്കായി മാത്രം പ്രതിവർഷം ബില്യൺ കണക്കിന് ഡോളറാണ് വകയിരുത്തുന്നത്. ഒരു പ്രെഡേറ്റർ ഡ്രോണിന് ഏകദേശം $16 മില്യൺ, ട്രൈറ്റൺ ഡ്രോണുകൾക്ക് $120 മില്യൺ മുകളിലുമാണ് വില. അതേസമയം MQ-4C ട്രൈറ്റൺ അല്ലെങ്കിൽ RQ-4 ഗ്ലോബൽ ഹോക്ക് പോലുള്ള വലിയ ഡ്രോണുകളുടെ വില 200 മില്യൺ ആയിരിക്കും. ഇവിടെ സൈനികർക്ക് പകരം മനുഷ്യരില്ലാത്ത യുദ്ധക്കപ്പലുകൾ താരമാണ്. കടൽ ഉപരിതലത്തിൽ സഞ്ചരിക്കുന്ന, കാറ്റിൽ നിന്നും സൗരോർജ്ജത്തിൽ നിന്നും ശക്തി ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സെയിൽ ഡ്രോൺ എക്സ്പ്ലോറേറ്റർ, മാൻഡസ് T-12 തുടങ്ങിയ ഡ്രോൺ ബോട്ടുകളും മാസങ്ങളോളം ഇന്ധനമില്ലാതെ കടലിൽ കിടന്ന നിരീക്ഷണം നടത്തും. ഇവ അയക്കുന്ന ദൃശ്യങ്ങൾ സാറ്റലൈറ്റ് വഴി ആസ്ഥാനത്തെത്തും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിരീക്ഷണം. ആയിരക്കണക്കിന് ഡ്രോണുകൾ അയക്കുന്ന ദൃശ്യങ്ങൾ മനുഷ്യർക്ക് ഇരുന്ന് പരിശോധിക്കുക അസാധ്യമാണ്. ഇവിടെയാണ് AI-യുടെ കൂർമ്മ ബുദ്ധി പ്രയോഗിക്കപ്പെടുന്നത്. കടലിലൂടെ പോകുന്ന ഒരു ബോട്ട് സാധാരണ മീൻപിടുത്തക്കാരുടേതാണോ അതോ ആയുധക്കടത്ത് സംഘത്തിൻ്റെതാണോ എന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചറിയാൻ ഇവരുടെ സോഫ്റ്റ്വെയറുകൾക്ക് സാധിക്കും.
അസാധാരണമായ എന്തെങ്കിലും കണ്ടാൽ ഉടനെ കമാൻഡ് സെന്ററിൽ അലാറം മുഴങ്ങും. ഒരു വലിയ യുദ്ധക്കപ്പൽ അയക്കുന്നതിനേക്കാൾ എത്രയോ കുറഞ്ഞ ചെലവിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ചതുരശ്ര മൈൽ നിരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു. സൈനികരുടെ ജീവൻ അപകടത്തിലാകാതെ തന്നെ ഇറാൻ തീരത്തെ ഓരോ ചലനവും അവർ അറിയുന്നു. ഇതിനെയെല്ലാം തന്നെ മറികടക്കാൻ ഇറാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ അത്ര ശക്തി ഇറാനില്ല എന്ന വസ്തുത മറക്കാനും കഴിയില്ല.